4. കൊച്ചിയിൽ ഊട്ടിയിൽ നിന്ന് കാർ കടത്തിയെന്ന സംശയത്തിൽ കണ്ടെയ്നർ ലോറി പിടിച്ചെടുത്തു. സംഭവത്തിൽ പ്രതി പിടിയിൽ. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, ഊട്ടിയിൽ നിന്ന് കാർ കടത്തുന്ന സംശയത്തിൽ കണ്ടെയ്നർ ലോർ പിടിച്ചെടുത്തിരിക്കുകയാണ്. സംഭവത്തിൽ പ്രതി പിടിയിലായിരിക്കുകയാണ്. വിശദാംശങ്ങൾ. നിലവിൽ 3 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് പോലീസിൽ നിന്നും ഒരു ഇൻഫർമേഷൻ കേരള പോലീസിന് ലഭിച്ചത്. അതിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് കൃഷ്ണഗിരിയിൽ നിന്ന് കൃഷ്ണഗിരിയിൽ നിന്നും ഒരു കാർ മോഷ്ടിച്ചിട്ടുണ്ട്. ആ മോഷണം അല്ലെങ്കിൽ ആ മോഷ്ടാക്കൾ കേരളത്തിലേക്കാണ്, കവർച്ച സംഘം കേരളത്തിലേക്കാണ് കടന്നിരിക്കുന്നതെന്നാണ് തമിഴ്നാട് പോലീസ് കേരള പോലീസിന് നൽകിയ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഹരിയാനയിലെ സംഘമാണ്, ഗ്യാങ്ങാണ് വേവസ് ഗ്യാങ്. ഇവർക്ക് സമാനമായിട്ടുള്ള കവർച്ചാ സംഘമാണ് കേരളത്തിലേക്ക് എത്തിയതെന്നും തമിഴ്നാട് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. കൃഷ്ണഗിരിയിൽ നിന്നും വൈദ്യുതിയിൽ നിർത്തിയിട്ടുള്ള കാറായിരുന്നു ഈ സംഘം മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് തമിഴ്നാട് പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു പരിശോധന നടത്തുന്നു. ഈ പരിശോധനയിലാണ് രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള ഒരു വണ്ടി ആ സമയത്ത് കണ്ടെയ്നർ ലോറി പാസ് ചെയ്ത് പോയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് കേരളത്തിലുടനീളമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ അന്വേഷണത്തിലാണ് പുലർച്ചെ 4 മണിയോടെ ഈ കണ്ടെയ്നർ ലോറി പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും പറങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ചിറ്റൂരിൽ നിന്ന് 4 മണിയോടെ പുലർച്ചെ 4 മണിയോടെ അന്വേഷണ സംഘം ഈ ഒരു കണ്ടെയ്നർ ലോറി പിടിച്ചെടുക്കുന്നു. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ഈ കണ്ടെയ്നർ ലോറി തുറന്ന് പരിശോധിച്ച് ഒഴികെ എസിയും അനുബന്ധ ഉപകരണങ്ങളുമായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഗ്യാസ് കട്ടറും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ 3 പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തു. അതിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു പ്രതി ജനൽ പൊളിച്ച് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പ്രധാനമായും തനിക്ക് ബാത്റൂമിൽ പോകണമെന്നൊരു ആവശ്യം ഈ പ്രതി പോലീസിന് മുന്നിലോട്ട് വെക്കുന്നു. പോലീസ് ബാത്റൂമിലേക്ക് വിടുന്നു. ഈ ബാത്റൂമിലുള്ള ജനൽ പൊളിച്ചുകൊണ്ട് ഒരാൾ രക്ഷപ്പെടുന്നു. ഇതായിരുന്നു പിന്നീട് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം മുഴുവൻ ഈ 3 പേര് രാജസ്ഥാൻ സ്വദേശികളെന്നായിരുന്നു പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നടന്ന ചോദ്യം ചെയ്യലിലാണ് പിടിയിലായവർ 2 പേർ ഹരിയാന സ്വദേശികളും രാജസ്ഥാൻ സ്വദേശിയുമാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ 3 പേർക്കെതിരെയും നിരവധിയായിട്ടുള്ള കേസുകൾ പല പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുന്നത്. മോഷണ ശ്രമത്തിലുള്ള കേസുകൾ തന്നെയാണ് മൂവർക്കുമെതിരെ പല സ്റ്റേഷനുകളിലായി ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നിലവിൽ ഇവർക്കെതിരെ കേരള പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ തമിഴ്നാട് കൃഷ്ണഗിരിയിൽ നിന്നും കാർ മോഷണം പോയ സംഭവത്തിൽ ഇവർക്ക് പങ്കുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇവരെ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ ഈ കാര്യങ്ങളടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ മോഷ്ടിച്ച കാർ തമിഴ്നാടിൽ തന്നെ ഉപേക്ഷിച്ചു എന്നും പ്രതികൾ പോലീസ് മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഏകദേശം 50ഓളം വേസ്റ്റുകളാണ് ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത് കേരളത്തിലുള്ള ഒരു ഷോറൂമിലേക്കാണ് കൊണ്ടുവന്നത് എന്നും വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഗ്യാസ് കട്ടർ കണ്ടെത്തിയ സംഭവത്തിൽ ഒരു സംശയമുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അനധികൃതമായിട്ടാണ് ഈ വണ്ടി പ്രവർത്തിക്കുന്നത്. കൂടാതെ തന്നെ ഒരു വണ്ടിയും ഗ്യാസ് കട്ടർ കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇവർക്കെതിരെ ഇപ്പോൾ കേരള പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ACP പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. പ്രതികരണത്തിലേക്ക്. സംഭവം എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടെയ്നർ ലോറിയാണ്. ലോറിയിലുള്ള ആൾക്കാർ ഒരു കാറ് മോഷ്ടിച്ച ആൾക്കാരെന്നാണുള്ള ഒരു ഇൻഫർമേഷൻ.
അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇവിടെ ചെക്കിംഗ് നടത്തിയപ്പോഴത്തേക്ക് വാഹനം കാണുകയും അത് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരൊരു കാറിന്റെ ഒരു കൺഫ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അത് തമിഴ്നാട്ടിലുള്ള ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയുന്നില്ല. നമ്മൾ കേസെടുക്കുന്നുണ്ട്. ഇവരെ സംശയാസ്പദമായി കൊണ്ടുവന്നതാണ്. അപ്പൊ അവര് നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ഒരു കേസുണ്ട്. നമ്മളിപ്പോ കോടതി ഹാജരാക്കുന്നുണ്ട് ഇവരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ തമിഴ്നാട് പോലീസ് ബാക്കി നടപടികൾ അവർ കോടതി വിളിച്ചു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? റോബറിക്ക് തന്നെ വന്നതാണോ, അങ്ങനെയാണോ? അല്ല, അവരുടെ വാഹനത്തിൽ അങ്ങനെ ഒരു ഗ്യാസ് കട്ടറോ ഇതൊന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പൊ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചാൽ അതിന്റെ നടപടി ഉണ്ടാവും. ഈ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയൊരു ഇൻഫർമേഷൻ ഇങ്ങനെ ഒരു കാർ മോഷണമുണ്ട്, അത് ഇവര് തന്നെയാണ് എന്ന് നമുക്കിപ്പം വ്യക്തമായിട്ടുണ്ട്. ഇവർ കാർ മോഷ്ടിച്ചിട്ടുണ്ട്. അതാണ് അവർ പറഞ്ഞേക്കണം. അല്ല, വണ്ടി ലീഗലി ഉള്ളതാണ്. അത് നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. അത് കുറച്ച് ഇവിടത്തേക്ക് അത് നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. ഇവർക്ക് പ്രീവിയസ് കേസിന്റെ ഹിസ്റ്ററി ഉള്ളത് കൊണ്ടും കൂടിയാണ്. പ്രീവിയസ് കേസ് മോഷണ കേസുള്ളവരാണ്. ഓക്കെ, താങ്ക് യു. 3 പേരെ നമ്മുടെ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അതിന്റെ പരിശോധന നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. അത് ഓരോരുത്തരുടെയും സ്റ്റേഷനിലെ ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിച്ചിട്ട് അവരുടെ ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിയിട്ടില്ല. കേസുണ്ട്. ഓക്കെ, താങ്ക് യു. കൊച്ചിയിൽ ഊട്ടിയിൽ നിന്ന് കാർ കടത്തിയെന്ന സംശയത്തിൽ കണ്ടെയ്നർ ലോറി പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് ACV മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു. നിലവിൽ തമിഴ്നാട് പോലീസിന്റെ ഇടപെടൽ മൂലമാണ് കേരള പോലീസ് പ്രതികളെ പിടികൂടാൻ സാധിച്ചതെന്നാണ് ACV പറഞ്ഞത്. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്. പന്തീരങ്കാവ് ബാങ്ക് തട്ടിപ്പ് കേസിൽ കുഴിച്ചിട്ട പണം കണ്ടെത്തി. 39 ലക്ഷം രൂപയാണ് മുഖ്യപ്രതി ഷിബിൻലാൽ വീടിനടുത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും കണ്ടെത്തിയത്.